ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അംജ ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ആട്ടപ്പൊടി വെച്ചിട്ട് പഴംപൊരി വേഗം റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിയുടെ ബാറ്റർ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ വിസ്കും ബീറ്ററൊക്കെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ കൈ കൊണ്ട് തന്നെ എനിക്ക് ശരിയാവുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പഴം നമുക്ക് വേഗം പോയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സെ ഒന്ന് സഹകരിക്കിട്ടോ. അപ്പോൾ അത് അപ്പോഴത്തേന് മോൻ എന്ത് ചെയ്ത്, ചെറിയ ആൾ നമ്മുടെ ചില്ലിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് താഴത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനത്തെ എണ്ണപ്പലഹാരപ്പണി എനിക്ക് അറിയില്ല കേട്ടോ. ഉള്ളത് പറയാമല്ലോ, എണ്ണക്കടി ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. ഒന്നോ രണ്ടെണ്ണം വാങ്ങുന്നില്ലാണ്ട്. അപ്പോൾ അതാ നമ്മുടെ താരം നമ്മുടെ ഒക്കത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ മൂത്ത ആൾക്കാരുടെ അടുത്ത് അവനെ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വേഗം അടിച്ചു കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വലിയൊരു ബോട്ടിൽ അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് ആൾ. അപ്പോൾ ഇതാ പഴമൊക്കെ നുറുക്കിയത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ പഴംപൊരി പൊരിച്ചെടുക്കാം. നമുക്ക് എന്ത് കോലാവുന്നൊന്നും നമുക്കറിയില്ല, എന്നാലും പൊരിച്ചെടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, കേടൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇതാ കുട്ടികളും പറഞ്ഞതല്ലേ പറഞ്ഞാണ് ഈ ഒരു പണിക്ക് ഞാൻ മെനക്കെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരോ പഴംപൊരിയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തും കൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. തിന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ പഴംപൊരി റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പൊരിച്ച് വന്നപ്പോൾ ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഗോതമ്പും അല്ല, ചെറിയ ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അപ്പോൾ പഴംപൊരി റെഡിയായി. പിന്നെ നമ്മുടെ കട്ടൻ ചായ അവിടെ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.